ഈ ത്രില്ലേഴ്സ് ആയിട്ടുള്ള സിനിമകളിലൊക്കെ ഈ വില്ലന്മാരെ നമുക്ക് അവസാനം അറിയാൻ സാധിക്കുള്ളൂ. ആ അവസാനം വരെ സസ്പെൻസിലായിരിക്കും നമ്മൾ എല്ലാവരും. അപ്പൊ ഇനി അവസാനം വരെ ഒന്നും കാത്തിരിക്കേണ്ട, അതിന് മുന്നേ തന്നെ വില്ലൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു ടെക്നിക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത് ഹോളിവുഡിലൊക്കെ ഈ സിനിമയിൽ ഓരോ ഗാഡ്ജറ്റ്സും ഈ കാറുകളൊക്കെ യൂസ് ചെയ്യുന്നത് അങ്ങനെ ചുമ്മാ കയറി ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ബ്രാൻഡ്സും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയായിട്ട് പല ഡീലുകളും ഉണ്ടാവും. അത് പ്രകാരമൊക്കെ അവർക്ക് ഓരോ ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ആപ്പിൾ ഉണ്ടല്ലോ, അവരുടെ ഡീലിൽ ഒരു ക്ലോസ് വെച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കോടീശ്വരനായിട്ടുള്ള വില്ലൻ ആണെങ്കിലും, അതായത് എത്ര ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വില്ലൻ ആണെങ്കിലും ഒരു കാര്യമില്ല, ആപ്പിളിന്റെ പ്രൊഡക്ട്സ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോ ഐഫോൺ ആയിക്കോട്ടെ, മാക്ബുക്ക് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, വില്ലന്മാരാണോ അവർക്ക് ആപ്പിളിന്റെ ഒരു പ്രൊഡക്ട്സും സിനിമയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനി സിനിമയിൽ ആരെങ്കിലും ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, അവസാനം നമുക്ക് ആവശ്യം വരും.